പുതുക്കാട് നവജാത ശിശുക്കളെ കുഴിച്ചുമൂടിയ കേസിൽ നിർണായക തെളിവുകളുമായി അന്വേഷണ സംഘം അനീഷയുടെയും ഭവിന്റെയും വീട്ടുപരിസരത്ത് നടത്തിയ പരിശോധനയിൽ നവജാത ശിശുക്കളുടെ അസ്ഥികൾ കണ്ടെത്തിയിട്ടുണ്ട്. ആമ്പല്ലൂർ സ്വദേശിയായ ഭവിൻ കാമുകി അനീഷയോടൊപ്പം ചേർന്ന് 2 നവജാത ശിശുക്കളെയും കുഴിച്ചുമൂടിയെന്ന് ഇന്നലെ പുലർച്ചെയാണ് പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി വെളിപ്പെടുത്തിയത്. ഈ സ്ഥലത്താണ്, ഈ പരിസരത്താണ് ഈ കുഞ്ഞിന്റെ മൃതദേഹം കുഴിച്ചിട്ടിരുന്നത്. ആ സ്ഥലത്ത് നിർണായകമായ പരിശോധനകളാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നടത്തിയത്. ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും, മണ്ണ് കുഴിച്ചു മാറ്റി ഇവിടെയാണ് കുഴിച്ചിട്ടിരുന്നത്. വീട്ടിന്റെ ശുചിമുറിയിൽ വെച്ച് നടന്ന പ്രസവത്തിന് ശേഷം ഈ വീടിനോട് ചേർന്ന സ്ഥലത്ത് തന്നെയാണ് ഈ കുഞ്ഞിനെ ഈ അനീഷ കുഴിച്ചിട്ടിരുന്നത് എന്നുള്ളതാണ് നിലവിൽ പോലീസിനോട് നൽകിയിരിക്കുന്ന മൊഴി. ആ സ്ഥലം ഇന്നലെ തെളിവെടുപ്പ് സമയത്ത് ഈ സ്ഥലം നേരത്തെ തന്നെ അനീഷ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇന്നലെ രാത്രിയാണ് അനീഷയുമായി ഇവിടെ എത്തി പോലീസ് സംഘം തെളിവെടുപ്പ് നടത്തിയത്. ഈ സ്ഥലത്ത് കൃത്യമായ ഈ തെളിവുകൾ ലഭിക്കുകയും ചെയ്തു. ഈ സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ, അതായത് കുഞ്ഞിന്റെ അസ്ഥി ഇവിടെ നിന്ന് ലഭിക്കുകയും ചെയ്തു. അത് കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായൊരു തെളിവാകും. ഈ കേസിൽ സാക്ഷിമൊഴികൾ ഇല്ലാത്തതിനാൽ തന്നെ ശാസ്ത്രീയ തെളിവുകൾ വളരെയേറെ പ്രധാനമാണ്. ആ ശാസ്ത്രീയ തെളിവുകൾ തന്നെയാണ് ഈ ഒരു കേസിൽ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. കുഞ്ഞിന്റെ അസ്ഥി ലഭ്യമായതോടുകൂടി ഈ കേസിൽ നിർണായകമായ നീക്കങ്ങൾ നടത്താനായി പോലീസിന് ഇപ്പോൾ കഴിയുകയും ചെയ്യും. ഫോറൻസിക് ഡോക്ടർ ഉന്മേഷിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ പരിശോധനകളൊക്കെ തന്നെ നടത്തിയത്. ഇരിങ്ങാലക്കുട RDOയും സ്ഥലത്തെത്തി പരിശോധനയ്ക്ക് ഈ സാക്ഷിയായി ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായി മേൽനോട്ടം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അനീഷയുടെ വീട്ടിലെ പരിശോധനകൾക്ക് ശേഷം നേരെ ഫോറൻസിക് പോലീസ് സംഘം നേരെ എത്തിയത് ഭവിന്റെ വീട്ടിലേക്കാണ്. ഇവിടെ എത്തിയ ശേഷം ഈ ഭവിന്റെ വീടിനോട് ചേർന്നുള്ള തോട്ടിലാണ് ഇത്തരത്തിൽ ഈ മൃതദേഹം കുഴിച്ചിട്ടിരുന്നത്. അവിടെയും പരിശോധന നടന്നു. ഈ ഭാഗത്ത്, ഈ കാണുന്ന തോട്ടിലാണ് ഈ മൃതദേഹം കുഴിച്ചിട്ടിരുന്നത്. അവിടെ നിന്നും മണ്ണുൾപ്പെടെയുള്ളവ മാറ്റി നേരെ ഈ ഫോറൻസിക് സംഘം ഇവിടെ എത്തിയാണ് പരിശോധന നടത്തിയത്. ഇവിടെ നിന്നും അസ്ഥിയുടെ ഭാഗങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ്. നമ്മൾ ആദ്യത്തെ എക്സിബിഷൻ കഴിഞ്ഞായിരുന്നു. രണ്ടാമത്തെ ഇപ്പോൾ ഈ വീടിൻ്റെ പരിസരത്തുള്ള ഇവിടെ ഇപ്പോൾ നടന്നുള്ളത്. ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് സക്സസ് ആണ്. അസ്ഥി ബോൺ കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ കുട്ടിയുടെയാണ് അത് പരിശോധിക്കണം. അപ്പോൾ ബോണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് കൂടുതൽ പരിശോധനകൾ നടത്തണം. DNA മറ്റു നടപടി ചെയ്യണം. നിർണായകമായ ഒരു കണ്ടെത്തൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. 2 ഇടത്തു നിന്നും ഈ കുഞ്ഞുങ്ങളുടെ അസ്ഥി ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ 2 കുട്ടികളെയും 2 കാലയളവിലാണ് കുഴിച്ചിട്ടത് എങ്കിൽ പോലും ഈ ഇവിടെ നിന്നും, അതായത് 2 വീടുകളിൽ നിന്നുമായി അവരുടെയൊക്കെ തന്നെ അസ്ഥി ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും വലിയ വഴിത്തിരിവാണ് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത്. ഈ വെളിപ്പെടുത്തൽ അത് കൃത്യമാണ് എന്നതിന്റെ ഒരു തെളിവ് പോലീസിന് ലഭിച്ചിരിക്കുന്നു. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.